MT വാസുദേവൻ നായരുടെ ചെറുകഥകളെ ആസ്പദമാക്കി ഒരുങ്ങുന്ന മനോരഥങ്ങൾ എന്ന ആന്തോളജി സിനിമയുടെ ട്രെയിലർ ലോഞ്ച് നടന്നു കഴിഞ്ഞു. അവിടെ കൂടിയ വിശിഷ്ട അതിഥികളെ ആദരിക്കുന്ന ചടങ്ങിന്റെ ഭാഗമായി സംഗീത സംവിധായകൻ രമേശ് നാരായണന് മൊമെന്റോ കൊടുക്കുവാൻ വേണ്ടി നമ്മുടെ പ്രിയങ്കരനായ ആസിഫ് അലിയെ ക്ഷണിക്കുന്നു. ചുണ്ടിൽ ഒരു ചെറിയ പുഞ്ചിരിയും കയ്യിൽ മൊമെന്റോയുമായി തനിക്ക് കിട്ടിയ കർത്തവ്യം നിർവഹിക്കുവാൻ വേണ്ടി സന്തോഷത്തോടെ ആസിഫ് അലി അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വരുന്നു. മുഖത്ത് വലിയ ഭാവ വ്യത്യാസമില്ലാതെ രമേശ് നാരായണൻ അത് വാങ്ങിക്കുന്നു. പിന്നീടാണ് അയാളുടെ ഉള്ളിലെ ദുഷിച്ച ഈഗോ ഉണരുന്നത്. എനിക്കിത് തരാനുള്ള യോഗ്യതയൊന്നും നിനക്കില്ല എന്ന മട്ടിൽ ആസിഫ് അലിയെ അവിടെ നിർത്തിക്കൊണ്ട് തന്നെ സംവിധായകൻ ജയരാജിനെ വിളിച്ച് ആ മൊമെന്റോ ജയരാജിന് കൊടുക്കുന്നു. എന്നിട്ട് എനിക്ക് മൊമെന്റോ തരാൻ യോഗ്യനായ ജയരാജിനെ പോലെയുള്ളവർ ഉണ്ട് എന്ന മട്ടിൽ സദസ്സിനെ കാണിച്ച് ജയരാജിന്റെ കയ്യിൽ നിന്നും മൊമെന്റോ ഏറ്റുവാങ്ങുന്നു. അത് കണ്ടുകൊണ്ടിരിക്കുന്ന ഇന്ദ്രജിത്ത് അടക്കമുള്ളവർ അസ്വസ്ഥരാവുന്നുണ്ട്. പക്ഷെ അപ്പോഴും ആസിഫ് അലിയുടെ ചുണ്ടിൽ ഒരു ചെറു പുഞ്ചിരി ഉണ്ടായിരുന്നു. അവിടെ കൂടിയ ആളുകൾക്ക് മുൻപിൽ താൻ അപമാനിതനായി എന്നറിഞ്ഞിട്ട് പോലും ആ സന്ദർഭത്തെ ഏറ്റവും പോസിറ്റീവായ മനസ്സോടുകൂടി ഉൾക്കണ്ട ആ മനുഷ്യന്റെ സുന്ദരമായ ചിരി മലയാളി മറക്കില്ല. പ്രിയപ്പെട്ട ആസിഫ്, ജീവിതത്തിൽ എന്നും നിങ്ങൾക്കിങ്ങനെ മനോഹരമായി ചിരിക്കുവാൻ സാധിക്കട്ടെ. പൊതുവേദിയിൽ അപമാനിക്കപ്പെട്ടിട്ടും ചെറുചിരിയോടെ അത് നിസ്സാരമാക്കി തള്ളിക്കളഞ്ഞതോടെ നിങ്ങൾ കൂടുതൽ വലുതാകുകയായിരുന്നു. ആസിഫ് അലി മഹാനടനോ സൂപ്പർ താരമോ ഒന്നും തന്നെയല്ല. പക്ഷേ കുറച്ചു വർഷങ്ങളായി മലയാള സിനിമയിൽ അറിയപ്പെടുന്ന യുവതാരം തന്നെയാണ്. രമേശ് നാരായണൻ എന്ന ഗായകന് പുരസ്കാരം സമ്മാനിക്കുവാനുള്ള തലപ്പൊക്കം ആസിഫിന് ഉണ്ട് എന്നതിൽ മലയാളിക്ക് യാതൊരു സംശയവുമില്ല. ഒരു പുരസ്കാര ജേതാവിന് ആര് പുരസ്കാരം സമ്മാനിക്കണമെന്ന് തീരുമാനിക്കുന്നത് പരിപാടിയുടെ സംഘാടകരാണ്. ആസിഫ് അലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ കോക്കസുകളുടെയോ ലോബികളുടെയോ സഹായമില്ലാതെ സ്വന്തം മികവ് കൊണ്ട് സ്ഥാനമുണ്ടാക്കിയ അഭിനേതാവാണ്. അവാർഡുകൾ നേടിയതുകൊണ്ട് മാത്രം ഒരാളും ജനഹൃദയങ്ങളിൽ അംഗീകരിക്കപ്പെടുന്നില്ല. താങ്കളുടെ ഈ ഒരു പുഞ്ചിരി മാത്രം മതി മലയാളികളുടെ പ്രിയങ്കരനായി തുടരുവാൻ.